ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. പ്രാണായാമം ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങളിൽ നാം മനസ്സിരുത്തേണ്ടതാണ്. 1. പ്രാണായാമം ചെയ്യുന്നതിന് മുൻപ് മലമൂത്ര വിസർജനം നടത്തിയിരിക്കേണ്ടതാണ്. ഭക്ഷണത്തിന് ശേഷം കുറഞ്ഞത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടേ പരിശീലിക്കാൻ പാടുള്ളൂ. 2. ആസനങ്ങൾ ചെയ്തതിനു ശേഷവും ധ്യാനത്തിന് മുൻപായും പ്രാണായാമം ചെയ്യുക. 3. പ്രാണായാമം ചെയ്യുന്നതിന് മുൻപ് ശരീരത്തിന് പരമാവധി അയവ് കൊടുക്കുക. 4. പ്രാണായാമം ചെയ്യുമ്പോൾ പിരിമുറുക്കം ഉണ്ടായിരിക്കരുത്. ശാന്തതയോടെ ശ്വാസം പിടിച്ചിരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ശ്വാസകോശത്തിന് പ്രതികൂലമായ ഫലം ഉണ്ടായേക്കാം. വായുസഞ്ചാരവും ശാന്തതയും നിറഞ്ഞ ശുദ്ധമായ സ്ഥലത്ത് മാത്രമേ പ്രാണായാമം ചെയ്യാവൂ. അശുദ്ധമായ ദുർഗന്ധം നിറഞ്ഞ പുക പിടിച്ച മുറിയിൽ ചെയ്യരുത്. അധികം വായുസഞ്ചാരമുള്ള സ്ഥലത്തും ചെയ്യരുത്. 5. പ്രാണായാമത്തിന്റെ ആരംഭത്തിൽ മൂത്രത്തിന്റെ അളവ് കുറയും. ദഹനക്കേടുണ്ടാവും. കഠിനമായ വയറിളക്കമുണ്ടായാൽ ഉപ്പും എരിവും ഒഴിവാക്കുക. വയറിളക്കമുണ്ടായാൽ കുറച്ച് ദിവസത്തേക്ക് പ്രാണായാമം ചെയ്യുന്നത് നിർത്തിയിട്ട് ചോറും തൈരും മാത്രം കഴിക്കുക. 6. പ്രാണായാമം ചെയ്യുമ്പോൾ കൊതുകിന്റെയും മറ്റു പ്രാണികളുടെയും ശല്യം ഒഴിവാക്കാൻ ശരീരം ഒരു കനം കുറഞ്ഞ തുണി കൊണ്ട് പുതയ്ക്കുക. 7. പ്രാണായാമത്തിന്റെ ഉയർന്ന നിലകൾ ഒരു നല്ല യോഗാചാര്യന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ചെയ്യാവൂ. 8. പ്രാണായാമം വളരെ ഗഹനമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പുകവലി, മദ്യപാനം, പുകയിലയുടെ ഉപയോഗം, സസ്യേതര ഭക്ഷണം എന്നിവ ഉപേക്ഷിക്കേണ്ടതാണ്. 9. ഹൃദ്രോഗങ്ങളോ ഉയർന്ന രക്തസമ്മർദ്ദമോ ഉണ്ടെങ്കിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ശ്വാസം പിടിച്ചിരിക്കരുത്. നാഡീശോധൻ പ്രാണായാമം. പദ്മാസനത്തിലോ സുഖാസനത്തിലോ ഇരിക്കുക. മൂക്കിന്റെ വലതുദ്വാരം മൂടിക്കൊണ്ട് ശ്വാസം ആഞ്ഞു വലിക്കുക. പിന്നീട് മെല്ലെ ഉച്ഛ്വസിക്കണം. അതേ ദ്വാരത്തിലൂടെ ശ്വാസം വലിച്ച് പുറത്തേക്ക് വിടുക. ഓർമ്മിക്കുക, ശ്വാസം ഉള്ളിലേക്ക് വലിക്കാൻ എടുക്കുന്നതിന്റെ ഇരട്ടി സമയം ഉച്ഛ്വസിക്കാൻ എടുക്കേണ്ടതാണ്. മുൻപ് നാം ചെയ്തതുപോലെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ 4 വരെ എണ്ണുക. ഉച്ഛ്വസിക്കുമ്പോൾ 8 വരെ എണ്ണുക. ഇത് തുടർന്ന് ചെയ്യുക. ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ ശ്വാസം പിടിക്കരുത്. അതുകൊണ്ട് 8 തവണ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നാസാദ്വാരം മാറ്റി ചെയ്യാവുന്നതാണ്. ഇടതുദ്വാരം വഴി ശ്വാസം വലിച്ച് ഇടതുദ്വാരം വഴി തന്നെ പുറത്തുവിടാം. ഇപ്പോഴും 8 തവണയെങ്കിലും ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്തുവിടണം. പ്രാണായാമത്തിൽ എപ്പോഴെല്ലാം ശ്വാസം ആഞ്ഞു വലിച്ച് ഉച്ഛ്വസിക്കുന്നുവോ അപ്പോഴെല്ലാം ശ്വസിക്കുന്ന ശബ്ദം വരാതെ സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഉയർന്ന നിലയിലുള്ള പ്രാണായാമത്തിന് പൾസിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നത് വളരെ പ്രധാനമാണ്. ഈ പ്രാണായാമം 8 തവണ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. പ്രാണായാമം ചെയ്യുമ്പോൾ തലകറക്കം തോന്നുകയാണെങ്കിൽ ഉടനെ നിർത്തുക. കണ്ണുകൾ അടച്ച് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇത് തുടർന്ന് ചെയ്യുക. പ്രാണായാമം ചെയ്തതിനു ശേഷം റിലാക്സ് ചെയ്യാം. റിലാക്സ് ചെയ്യുമ്പോൾ ശ്വാസോച്ഛ്വാസത്തിൽ പൂർണ്ണമായും ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രയോജനങ്ങൾ. പ്രാണായാമം ചെയ്യുന്നതിനാൽ ശ്വാസനാളം തുറക്കുന്നു. അതിലുള്ള തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതോടൊപ്പം രക്തധമനികളെ ശുദ്ധീകരിക്കുന്നു. കൂടുതലുള്ള ഓക്സിജൻ ശരീരത്തെ പോഷിപ്പിക്കുന്നു. ശരീരത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡിനെ നീക്കം ചെയ്യുന്നു. തൽഫലമായി പൂർണ്ണ ശരീരത്തിനും ഉന്മേഷം ലഭിക്കുന്നു. പ്രാണായാമം തലച്ചോറിലെ ഞരമ്പുകളെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ തലച്ചോറിന്റെ എല്ലാ ഭാഗങ്ങളും അതിന്റെ പരമാവധി ക്ഷമതയോടെ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ശ്വാസകോശത്തിലുള്ള എല്ലാ മലിനവായുവും നീക്കം ചെയ്യപ്പെടുന്നു.